ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോബിൻസ് കുക്കിംഗ് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കുമ്പളങ്ങ ഇട്ട നല്ല നാടൻ മോരുകറിയാണ്, അഥവാ പുളിശ്ശേരി. ഇതിലേക്ക് ആവശ്യമായി നമ്മളൊരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണമാണ്. കുറച്ച് കറിവേപ്പില, ഒരു 4 കഷ്ണം ചെറിയുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 2 വറ്റൽമുളക്, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു പകുതി തേങ്ങ ചിരവിയത്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് തൈര്. നമുക്ക് പ്രിപ്പറേഷൻ ആരംഭിക്കാം. അതിനായി നമ്മൾ കുമ്പളങ്ങ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. അതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം. ക്യൂബ് സൈസാണ് വേണ്ടത്. വെള്ളം നേരത്തെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് നമ്മൾ ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ വെച്ച് തേങ്ങയും, കുറച്ച് മഞ്ഞൾപ്പൊടിയും, 2 പച്ചമുളകും, 1/2 ടീസ്പൂൺ ജീരകവും, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നല്ല കുഴമ്പ് പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വേവിക്കാൻ വെച്ച കുമ്പളങ്ങ ഇപ്പം നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മിക്സിയുടെ ജാറിൽ പറ്റി പിടിച്ച അരപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നും കൂടി അത് കലക്കി ഇതിനകത്തേക്ക് തന്നെ ഒഴിക്കാം. കുമ്പളങ്ങയിലേക്ക് ആഡ് ചെയ്ത അരപ്പ് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തവി വെച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അരപ്പ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. നന്നായി ടൈറ്റായെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാൻ പോകണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആ തൈര് നമ്മൾ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് അത് ഉടഞ്ഞ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഗ്യാസ് നമ്മൾ സ്ലോ ആക്കി. ഇനിയിപ്പം നമ്മൾ ആ മിക്സിക്കകത്ത് ഉടച്ചു വെച്ച തൈര് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഇളക്കിക്കൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. ചെറിയ തീയിൽ കുറച്ച് നേരം ഇളക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യണം. തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടി അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് കുറച്ച് നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള താളിപ്പ് തയ്യാറാക്കാം. താളിപ്പ് തയ്യാറാക്കാൻ കുറച്ച് ചെറിയുള്ളി 4 പീസ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയതായി കട്ട് ചെയ്തെടുക്കുകയാണ്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായി ചൂടായി അതിലേക്ക് കടുകിടുകയാണ്. കുറച്ച് കടുക് നന്നായി പൊട്ടി റെഡിയായി വരുന്ന സമയത്ത് അതിലേക്ക് ഉലുവ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഉണ്ടാവും. നന്നായി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവ് ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് കറിവേപ്പിലയും റെഡ് ചില്ലി കട്ട് ചെയ്ത പീസും ഇട്ട് നന്നായി ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലി ആയാലും കുഴപ്പമില്ല, നോർമൽ ചില്ലി ആയാലും കുഴപ്പമില്ല, ഏതായാലും ഒരു 1/4 ടീസ്പൂൺ മതിയാവും. അതിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ താളിപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോരുകറിയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക്
ഇപ്പം തന്നെ ആ ഒരു കറിയുടെ സ്മെല്ല് നമുക്ക് മൂക്ക് കിട്ടുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണിത്. അങ്ങനെ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ മോരുകറി എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.